ഞാൻ ഫൈനലി നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു. ഇവിടെ വെള്ളമുണ്ടോ, ഇവിടെ വെള്ളമുണ്ടോ, മീൻ കിട്ടുമോ, ഇതൊന്നും എനിക്കറിയത്തില്ല. ചുമ്മാങ്ങി പോയിരുന്നു കിട്ടാൻ പ്രാർത്ഥിക്കാം. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം അമ്മ എന്നെ കളിയാക്കി വിട്ടത്. ഇന്ന് വൈകിട്ട് അനിമോള് കൊണ്ടിരുന്ന മീൻകറി വേണം കൂട്ടാനെന്ന് പറഞ്ഞൊന്ന് ആക്കിയാ വിട്ടത്. ഞാൻ പറഞ്ഞു ഒരു പരലിനെങ്കിലും ഞാൻ കൊണ്ടിരുന്നു പറഞ്ഞു. നോക്കാം. മീൻ പിടിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുമോ? നന്ദി. നന്ദി, താങ്ക്സ് എന്ന് പറഞ്ഞതാ കേട്ടോ. അപ്പം ഞാനേ വീട്ടിൽ നിന്ന് മീനിനുള്ള തീറ്റ കൊണ്ടുവന്നു, ചൂണ്ട കൊണ്ടുവന്നു ഒക്കെ കൊണ്ടുവന്നു. പക്ഷേ ചൂണ്ട കമ്പ് കൊണ്ടുവന്നില്ല. അപ്പം ഞാൻ ഓർത്തു ഇവിടെ നിന്നെങ്ങാനും വല്ലതും കമ്പും എടുത്ത് വെട്ടി റെഡിയാക്കാൻ ഓർത്തു. അപ്പം ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു ചൂണ്ടപ്പന നിൽക്കുന്നു. പിച്ചാത്തി കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചൂണ്ടപ്പന വെട്ടിക്കൊണ്ടുവരാം. ഗൈസ്, ഒരു പെടന്ന് വീണ് നിൽക്കുന്ന ചൂണ്ടപ്പന. നമുക്ക് ഉണങ്ങിയതുണ്ടെങ്കിൽ അതെടുക്കാം, ഇല്ലെങ്കിൽ വെട്ടാം. മതിയല്ലേ? ഇത് നമ്മളിങ്ങനെ വെട്ടി ഫസ്റ്റ് കടമ്പ നമ്മൾ കിടന്നു. നമുക്ക് ചൂണ്ട കമ്പ് കിട്ടി. നമുക്ക് ഇതിനകത്ത് ചൂണ്ടയും ഇരയുള്ള തീറ്റയൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാം. എവിടെയാണ് ടൂൾസ്? Look here. 5 കിലോമീറ്റർ ദൂരത്തേക്ക് സൂം ചെയ്ത് ഫയർ ചെയ്യാവുന്ന ടെലസ്കോപ്പിക്. ഇത് അമ്പുമില്ല, ഗൂർഖ ഗറില്ലകൾ ഉപയോഗിക്കുന്നു. പിന്നെ ബോംബ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഉണ്ട്, ടൈം ബോംബ് സംവിധാനവും. ഞാൻ ഓർത്തിനി ചൂണ്ട കൊണ്ടുവരാതെയാണ് ഞാൻ ഇത്രയൊക്കെ സാഹചര്യത്തിന് മുതിർന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതെന്താ ഇങ്ങനെ? ഇങ്ങനത്തെ വള്ളിയായിരുന്നു. എൻ്റെ ചൂണ്ടയിൽ പോയെന്ന് തോന്നുന്നു. നോക്കട്ടെ. എന്താണെന്നറിയോ, ഇതിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചേക്കുന്ന പോലെ. എനിക്ക് നേരത്തെ നോക്കിയാലേ സത്യാവസ്ഥ അറിയത്തുള്ളൂ. ഞാനാണെങ്കിൽ വേറെ വള്ളി എടുത്തിട്ടില്ല. കണ്ടോ, ബെസ്റ്റ്. എന്താ ഞാൻ പറഞ്ഞത്, ഇത്ര നീളമുള്ളൂ ഈ ചൂണ്ടയുടെ വള്ളിക്ക്. ഇനി എന്നാ ചെയ്യുന്നത്, നമ്മുടെ പണ്ടത്തെ ഐഡിയ ചെയ്യാം. തേച്ച് കെട്ട. ഇത് വൃത്തികെട്ട പരിപാടിയായി. ഇപ്പം ഇങ്ങനെ ഒരു ചതി ചെയ്യാൻ പാടില്ലായിരുന്നു ശരിക്കും. കണ്ടോ എൻ്റെ അവസ്ഥ നോക്ക്. ഞാൻ ചൂണ്ട ഇത്രയും ഗതികെട്ടവനാരെങ്കിലും ഉണ്ടോ? നമ്മുടെ ആടിനകത്ത് ജയസൂര്യ പറയുന്ന പോലെ. ഇതേ ഞാൻ ചൂണ്ടയുടെ മൂല ഈ തല്ലിക്കൂട്ട് ചൂണ്ട റെഡി ആയിട്ടുണ്ട്. വേറെയും പോയിട്ട് കുറച്ച് വെള്ളം കിടപ്പുണ്ട്. ഇവിടെ ഇട്ട് നോക്കാം. എൻ്റെ വലിയ വരാലൊക്കെ ഉണ്ടെങ്കിലോ. അപ്പുറം ഒഴുകുന്ന വെള്ളം. അവിടെ എനിക്കിതിൻ്റെ ആ ഒരു ശാസ്ത്രം അങ്ങോട്ട് അറിയത്തില്ല. ഒഴുകുന്ന വെള്ളത്തിലാണോ അനങ്ങാതെ കിടക്കുന്ന വെള്ളത്തിലാണോ പിടിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് നോക്കാം. ഇടത് കൈ കൊണ്ട് ചൂണ്ടയെ പിടിക്കണം, പിന്നെ നിങ്ങളുടെ വലത് കൈ കൊണ്ട് ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കണം. ഞാൻ രാവിലെ ഇവിടെ രാവിലെ അല്ല, ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് എത്തിയതാണ്. ഇപ്പം സമയം 2 മണി കഴിഞ്ഞു. ഇതുവരെ എനിക്ക് മീനൊന്നും കിട്ടിയില്ല. ശരിക്കും അതെൻ്റെ പ്രശ്നമല്ല. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഈ മുഴുവൻ ഈ പുല്ലാണ്. അപ്പോൾ ഈ പുല്ലിനിടയ്ക്കാണ് വലിയ മീൻ മൊത്തം ഇരിക്കുന്നത്. ഇവിടെ ഈ ഒഴുകുന്ന വെള്ളത്തിൽ എനിക്ക് പിടിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു ആംബിയൻസ് അല്ലല്ലോ, എനിക്ക് ഒരു ഇതുള്ളൂ. അതെന്താ നിങ്ങൾ ഊഹിച്ച് പൂരിച്ചോണം. പക്ഷെ ഞാനിവിടെ ഇട്ടിട്ട് പരൽ മീനും വാഴയ്ക്ക പരലും തുപ്പൽ കുത്തി അതൊക്കെ ഉള്ളൂ. പക്ഷെ ഒരു മീൻ ഇടയ്ക്ക് വലുത് വന്നായിരുന്നു. പക്ഷേ അത് കൊത്തിയില്ല. അതിന് ഇതിൻ്റെ പരിപാടിയൊക്കെ അറിയായിരിക്കും. നമ്മൾ മീൻ പിടിക്കാൻ വന്നതെന്ന് അറിയായിരിക്കും. എന്തായാലും എനിക്ക് മീൻ കിട്ടിയില്ല. അതുകൊണ്ട് ഇന്നത്തെ മീൻപിടുത്തം അവസാനിപ്പിച്ചാലെന്ന് ഞാൻ ഓർക്കുന്നത്. അപ്പം ഈ സ്ഥലം മാറ്റി പിടിക്കണം. എന്തായാലും ഞാൻ എവിടുന്നേലും മീനെ പിടിച്ചിട്ട് ഞാൻ അടങ്ങത്തുള്ളൂ. ഇത് ഈ തോട്ടം വഴി കയറി ഞാൻ അവിടെയൊക്കെ പോയി നോക്കി. ആ തീറ്റ ഒന്നും അനങ്ങുന്നു പോലുമില്ല വെള്ളത്തീറ്റിട്ട്. അതുകൊണ്ട് വിശക്കുന്നുണ്ട്. വീട്ടിൽ പോകണോ വേണ്ടിയെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ഒരു കയ്യബദ്ധം മാറ്റിക്കരുത്. നമ്മൾ ഒരിക്കലും നമ്മുടെ വ്യൂവേഴ്സിനെ സങ്കടപ്പെടുത്തത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു വഴി കണ്ടെത്തി. സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.